സുഹൃത്തുക്കളെ നമസ്കാരം. പണ്ടൊക്കെ ദൈവം പിന്നെ എന്നാ പറയുന്നത്, ഇപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പപ്പോ അന്ന് കൊടുക്കുന്നത്. ഏതായാലും ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒരു പോസ്റ്റിന് നല്ലൊരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഒരു പുള്ളിക്കാരൻ. ചുമയും വന്ന അതിൻ്റെ ഇടയ്ക്ക്. അപ്പൊ നല്ലൊരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ശ്രീലക്ഷ്മി അറക്കൽ ഇന്നലെ ഗണേഷ് കുമാറിന്റെ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുത്ത ഒരു ഇതാണ്. ഗണേഷ് കുമാറിന് കുറെ പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാസ്. രാഹുൽ മാങ്കൂട്ടത്തിന് കുറെ പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാസ്. ഏതെങ്കിലും സ്ത്രീ വന്ന് അവർക്ക് കുറെ പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ അവൾ ഡാഷ്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, കാരണം നമുക്ക് അത്രത്തോളം കഴിയില്ല. ഇതാണ് ഇവിടെയുള്ള പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ നേർചിത്രം എന്നാണ് ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് സ്വന്തം തന്തയ്ക്ക് ഒരുപാട് പ്രണയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്ത മോശക്കാരൻ, വേടന് ആയപ്പോൾ വേടൻ നവോത്ഥാന നായകനായത്. ഇതാ പറഞ്ഞത്. നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കും. അപ്പൊ അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതായത് ഇതാണ് ഈ ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ. അപ്പം എന്റെ തന്ത ഒരു മൈനറാണെന്ന് പറഞ്ഞിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ലായിരുന്നു അത് ഇത്ര വലിയ പ്രശ്നമാണ്. എന്റെ തന്ത സത്യത്തിൽ ഒരു മൈനറാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം എല്ലാവരും അതിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് ചിരിക്കേണ്ട, അത് ചിരിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോ എനിക്ക് സത്യമായിട്ട് അയാൾ വിവാഹ തട്ടിപ്പുകാരനായിരുന്നു. എനിക്ക് ഭയങ്കര വെറുപ്പാണ് അയാളുള്ളത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷം അയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരിക്കലും കാണരുത് എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷം. അപ്പോ ഇതൊക്കെ ഞാൻ പറയുമ്പം എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതൊക്കെ ആൾക്കാർ ഇത്ര ട്രിഗർ ചെയ്യുന്ന കാര്യം. വേറെ വിവാഹം കഴിച്ചു, വേറെ പ്രണയം ഉണ്ടായി എന്ന് പറഞ്ഞ് പോയപ്പോഴും അയാൾ മോശക്കാരൻ. അതുപോലെയല്ലടോ ഗണേശനോട് പറഞ്ഞത്. അതായത് ഗണേശൻ ഇന്നലെ പറഞ്ഞത് എന്താ, പ്രണയം എല്ലാവർക്കും ഉണ്ടാകും, കല്യാണം കഴിച്ചവർക്കും പ്രണയമുണ്ട്, എനിക്ക് 5000 പ്രണയമുണ്ട് എന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ ബേർഡനെയൊക്കെ കൂട്ടുപിടിച്ച് കിടക്കുന്നതാണ്. ബേർഡനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവരുടെ കൈ, പിന്നെ ബേർഡനൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ആള്. അതായത് ഇതൊക്കെ ഇരട്ട നിലപാടുകളാണ്, വേറെ ഒന്നുമല്ല. കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ഒരു ചാനലിൽ വന്നിട്ട് ഇതേപോലെയാണ് കരഞ്ഞത്. എത്ര കഷ്ടപ്പെട്ട എന്റെ അമ്മയിലെ സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ട്, അറിയാമോ? എന്നെ ഈ ഭക്ഷണം തരാൻ വേണ്ടിട്ട് വീടിന്റെ അടുത്തുള്ള ആൾക്കാരടുത്ത് സക്കാത്ത് പോയി വാങ്ങിയിട്ട് എനിക്ക് പഴയ ഫുഡ് തന്നിട്ടുണ്ട്. ഒരു ഇത് മോശമായിട്ട് പോവാത്തൊരു സ്ത്രീയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതായത് ഇരട്ട നിലപാട്, തോന്നുമ്പോഴും നിലപാട് മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെയൊക്കെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരും ഒരുപോലെയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, പുരുഷവർഗത്തെ മുഴുവൻ നമുക്ക് വെറുക്കാം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണ്ട, അതായത് തങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കിട്ടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വീകാര്യത കിട്ടുന്ന സ്ഥലത്ത് അവരെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ബാക്കിയുള്ളവരൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒരു ധീരമായ നിലപാടുകളുടെ രാജകുമാരിയാണ് ഞാൻ പറയുന്ന ശ്രീലക്ഷ്മി അറക്കല്. ശ്രീലക്ഷ്മി അറക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദിലീപിനെയും കാവ്യമാധവനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് അവരുടെ ഫോട്ടോ ഒക്കെ ഞാൻ ആൽബം പോലെയൊക്കെ ഒട്ടിച്ച് നടന്നിട്ടുണ്ടെന്ന്. പിന്നെ അവരെ ഇഷ്ടമല്ല. അപ്പോഴെങ്ങനെയാണ് അന്ന് ദിലീപിന് ഇഷ്ടപ്പെട്ടത്? അതായത് കാവ്യമാധവനെ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെയാണ് ദിലീപിന് ഇഷ്ടപ്പെടാൻ കഴിയുക? അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പോഴും പറയുന്നുണ്ട്, മഞ്ജു വാര്യരെ വീട്ടിൽ ഇരുത്തിയോണ്ട് എനിക്ക് ദിലീപിനോട് കുറച്ച് വെറുപ്പുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരട്ട നിലപാടുകൾ എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന, അല്ലാതെ വേറെയൊന്നുമല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇന്നലെ വനിതാ ദിനത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് എന്താ പറയുക, എന്തൊക്കെയോ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു കൈ അങ്ങിയൊക്കെ കാണിക്കുക. അതൊന്നും നമുക്ക് കാണിക്കാൻ കഴിയില്ല വൈ, എന്താ വെച്ചാൽ അതൊക്കെ എങ്ങനെ കാണിക്കുക? അങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടത്, ചിരിയും വരുന്ന, കരച്ചിലും വരുന്ന. എന്താ ഇവര് കാണിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. അതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയും തന്നെ എൻ്റെ പൊന്നു സഹോദരി ഒരേ ഒരു നിലപാടോടുകൂടി നിൽക്ക്. അതായത് ഇതാണ് എൻ്റെ നിലപാട്, അല്ലാതെ എല്ലാവരോടും ഒരുതരം വിദ്വേഷവും വെറുപ്പും അല്ല വേണ്ടത്. കുറച്ച് ദിവസം മുമ്പ് പൊട്ടിക്കരയുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് മനസ്സൊന്ന് വരുന്നതാണെന്നാണ്. പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സഹോദരിക്ക് ആ ഒരു പഴയ കാര്യങ്ങളെല്ലാം തേക്കി വരാൻ തുടങ്ങി.
ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫെമിനിസ്റ്റ് ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളോടുള്ള വൈരാഗ്യമല്ല, അല്ലെങ്കിൽ ആണുങ്ങളോടുള്ള വിരോധമല്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തുല്യതയാണ് വേണ്ടെങ്കിൽ അതിനു വേണ്ടി വാദിക്കുക, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോഴും പറയുന്ന തുല്യതയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ ഒരു ഗുണവും ഒരു മണ്ണാങ്കട്ടി ഉണ്ടായിന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും എന്ന് പറയുന്ന സെൽഫിഷാണ്. അവരവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ എല്ലാവരും പ്രതികരിക്കത്തുള്ളൂ, അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർക്കൊന്നും വേണ്ടി പ്രതികരിക്കത്തൊന്നുമില്ല. ഇവിടെ എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന ആരാണുള്ളത് ഒന്ന് പറഞ്ഞു തരുമോ? ഇവിടെ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ആൾക്കാരെല്ലാം വരുമ്പം അവരൊക്കെ അതിന് അനുസരിച്ചിട്ടുള്ള പ്രതികരണവും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ സമൂഹം നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ഇറങ്ങിയവരൊന്നും അല്ല. ഈ സമൂഹം മൊത്തം നന്നാക്കി കാണണം, അല്ലെങ്കിൽ ഈ സമൂഹത്തെ മൊത്തം ഞാനങ്ങ് നന്നാക്കി എടുക്കണം എന്നൊക്കെയല്ല. നമ്മൾ ഈ പൊതുസ്ഥലത്ത് നിന്നിട്ട് വായിൽ കൊള്ളാത്ത വാക്കുകൾ പറയുക. ഇപ്പോഴും തന്നെ കണ്ടില്ലേ എന്തൊക്കെ വേർഡുകളാണ് ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അങ്ങനെയുള്ള ഒരു വേർഡുകളൊന്നും ഉപയോഗിക്കാൻ അറിയില്ല കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നത്, എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ശരി, ഒരുത്തന്നെ നമ്മൾ മോശമായിട്ടുള്ള ഒരു വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കത്തില്ല. കാരണം അത്രയും വളരെ മോശമായിട്ടുള്ള എന്തൊരു ഇങ്ങനെ കാണിച്ചാലേ മാസമാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പുരുഷ വിരോധി അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളാകുള്ളൂ എന്നുള്ള ഒരു ജ്ഞാനമാണ് അവർക്ക്. പക്ഷെ ഇതുകൊണ്ട് അവർക്ക് ഒരു ഗുണവുമില്ല. അതായത് ജനങ്ങൾ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്താ പറയേണ്ടത്, വെറുതെയെങ്കിലും വന്നിട്ട് ഇങ്ങനെ എന്നാൽ ഓരോ കാര്യങ്ങൾ പറയും. അങ്ങനെയാണെങ്കിൽ കരയാതിരിക്കണം. ഇപ്പോഴും പറയുന്നില്ല, എന്തിനെൻ്റെ അമ്മയെ പറയുന്നു, എന്തിനെൻ്റെ അച്ഛനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ് ഓരോ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണല്ലേ ഇത് ജനങ്ങൾ ഇങ്ങനെ എടുത്ത് പറയുന്നത്. അത് പറയിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഏതായാലും എന്താ, നമുക്കിപ്പോൾ സ്ത്രീകളോട് ഇഷ്ടമായാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, പുരുഷനോട് ഇഷ്ടമായാലും വേണ്ടി ഇല്ലെങ്കിലും വേണ്ടിയില്ല. അവിടെ കിടന്നിട്ട് പറയുന്ന വാക്കുകൾ എന്തൊക്കെ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണോ? എന്തൊക്കെ വാക്കുകളാണ് പറയുന്നത്, ഏതൊക്കെ തരത്തിലാണ്? എനിക്ക് ഉറപ്പായിട്ടറിയാം നിങ്ങളെന്ന് പറയുന്ന കുറേയല്ലെന്ന് പറയുന്നത് നിങ്ങൾ തട്ടിവിടുന്നതാന്ന്, അല്ലാതെ നടന്ന സംഭവമൊന്നുമല്ല. കെട്ടക്കെട്ട് എൻ്റെ വകയെന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ തട്ടിവിടുന്നതാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർ ഇത്രയൊക്കെ ചെയ്തവരാണ് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബ്ലണ്ടർ അടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, കുറേയല്ല ബ്ലണ്ടർ തന്നെയാണ്. അല്ലാതെ നിലപാടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഇതങ്ങനെയാണെന്ന് ഇതങ്ങനെ വരുത്തി തീർക്കണം എന്ന് കരുതിയിട്ടോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇതൊരു തരം ബ്ലണ്ടർ അടിക്കുക. ബ്ലണ്ടർ അടിച്ചിട്ട് ഞാൻ ചില ആൾക്കാർ പറയുന്നില്ലേ, ഞാൻ ഭയങ്കര നാട്ടിൽ അറിയപ്പെടുന്നവനാടാ, നിന്റെ മറ്റേ ഇവരോട് ചോദിച്ചേക്കടാ, അവനോട് ചോദിച്ചേക്കടാ, എന്താ ചേട്ടാ ചെയ്ത് ഞാൻ ഇവിടെ 10, 20, 25 എൻ്റെ ചോരയും നീരുള്ള കാലത്ത് ഞാൻ ഇവിടുത്തെ മറ്റേ ഇതല്ലേ, അതായത് കാസിനോവല്ലേ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ അവന് ഇതിനെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്. അവനെന്തോ വലിയ ചിന്തയാണെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ സമൂഹത്തിൽ കയറിയിട്ട് ഞാനങ്ങനെയാണ്, ഞാനിങ്ങനെയാണ്, ഞമ്മത്താൾ കൂടെ 20 ആൾ ഇങ്ങനെയൊക്കെ പറയൂ. പക്ഷെ ഇവർക്കൊന്നും സംഭവിക്കാനോ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാണ് സത്യം. മനസ്സിലായ? അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അതുകൊണ്ടല്ലേ ഈ പൊട്ടി ഏങ്ങിലടിച്ച് കരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതോ ഒരു കാലത്ത് പുരുഷ വിരോധി എന്തോ ആയതാണ്. അല്ലാതെ അവർക്ക് ഒരു പുരുഷ വിരോധവും ഇല്ല. അവർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ നടന്ന് നല്ല ഒരു എന്താ പറയേണ്ടത്, നമ്മൾ പറയില്ല കുലസ്ത്രീയായിട്ട് നടക്കണം, അതൊക്കെ ഉണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ മുകളിലാണ് അവരന്ന് പൊട്ടിക്കരഞ്ഞത്. അവർക്ക് അങ്ങനെ നടക്കണമെന്നുണ്ട്. പക്ഷേ ഇനി ആളെന്ത് പറയും, അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും, ഇവരെ അറിയുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങനെ ജീവിക്കണം എന്നറിയാതെ അവർ പൊട്ടിക്കരയുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ഈ സംഭവങ്ങളൊന്നും നടത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നേ. ഓൾ ഇവിടുന്നേടോ ബ്ലണ്ടർ ഇവിടുന്നെയാണ്, എന്തിനിങ്ങനെ ബ്ലണ്ടർ വിട്ട് ജീവിക്കുന്നത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. നന്ദി, നമസ്കാരം.